ശ്രീ ഫക്രുദ്ദീൻ അലി, ഭാരതം കഴിഞ്ഞ പല പതിറ്റാണ്ടുകൾ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പല പതിറ്റാണ്ടുകളിൽ ഭാരതത്തിൻ്റെ യൂറോപ്പ് ബന്ധം എന്ന് ആ 4 രാജ്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നു. ബ്രിട്ടൻ, UK, ജർമ്മനി, ഫ്രാൻസ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യുകയാണ് ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അതുവരെ പരിഗണനാ പട്ടികയിൽ ഇല്ലായിരുന്ന രാജ്യങ്ങളിലേക്ക് ഒക്കെ ഭാരതം കടന്നു ചെല്ലുന്നു. ഈ കഴിഞ്ഞ 2 മോദി സർക്കാരിൻ്റെ കാലത്ത് ഭാരതത്തിൻ്റെ രാഷ്ട്രത്തലവനും വിദേശകാര്യമന്ത്രിയും പലവട്ടമാണ് വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചത്. അതുപോലെ തന്നെയാണ് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്ന മാറ്റവും. ഈ പശ്ചാത്തലത്തിൽ ഈ പോളണ്ട്, യുക്രൈനിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടി കടന്നു വരാം. പക്ഷേ ഈ പോളണ്ട് സന്ദർശനം ഭാരതത്തിൻ്റെ ഒരു സമീപനം, അതല്ലെങ്കിൽ സ്ട്രാറ്റജി മാറുന്നതിൻ്റെ കൂടി സൂചനയാണോ? അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തില് അവര് സോവിയറ്റ് റഷ്യയും മുമ്പേ നല്ല ബന്ധമുണ്ടായിരുന്നു. സോവിയറ്റ് സാറ്റലൈറ്റ് സ്റ്റേറ്റുകളായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പുറത്തുള്ള ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റുകളിലാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. എങ്കിൽ പോലും മറ്റ് അവിടെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യ, എസ്പെഷ്യലി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയിൽ എവിടെ സ്ഥലത്ത് പോയിട്ട് അവിടെ ലോക്കൽ വീഞ്ഞ് ഉണ്ടാക്കി ഇന്ദിരാഗാന്ധി അത് കുടിച്ച കാര്യമൊക്കെ അലക്സാണ്ടർ, അതായത് പ്രൈവറ്റ് സെക്രട്ടറി അലക്സാണ്ടർ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ ചൈനയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ടായി, കൊറിയയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ടായി, നരസിംഹറാവു. ഇവരെല്ലാം ആ രീതിയിൽ ഒരു ബന്ധം നമുക്കുണ്ട്. ഇന്ത്യ ആ രീതിയിൽ എപ്പോഴും ഒരു മറ്റു രാജ്യങ്ങളുമായിട്ട്, അതായത് ക്യാപിറ്റലിസ്റ്റ് നാഷണൽസ്, സോഷ്യലിസ്റ്റ് നാഷണൽസ്, അവരായിട്ട് ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. നമ്മളെന്ന് വെച്ചാൽ ആരുടെ സൈഡല്ല എന്ന് റഷ്യയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ പോലും, എസ്പെഷ്യലി ആഫ്റ്റർ ഇന്ദിരാഗാന്ധി, അപ്പം നമ്മൾ ഇവരെല്ലാവരുമായിട്ടൊരു നല്ല ബന്ധം എപ്പോഴും നിലനിർത്താൻ ശ്രമിച്ചു. അത് നമ്മളെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണ്. കാരണം നമ്മളിപ്പോ ഈ കോൺഫ്ലിക്റ്റ് ഒന്നും ഭാഗമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. മോഡിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ അദ്ദേഹം നടത്തിയ റീച്ച് ഔട്ടാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, പിന്നെ ഇസ്രായേലിനും ചൈനയ്ക്കും ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ബിസിനസ്സുകാർക്ക് അവിടെ നല്ല ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഡയസ്പോറ വളരെ പവർഫുൾ ആയി. മുമ്പ് നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ ഡയസ്പോറയ്ക്ക് വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. മോഡി ലോകത്തെല്ലായിടത്തും നമ്മുടെ ഡയസ്പോറനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം പരിപാലിക്കുന്നുണ്ട്, അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലാന്ന് തോന്നുമെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആർക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൂവ്സ് നടത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ ഒരു തുടർച്ചയായി ആണ് എന്നുള്ളതാണ്. പിന്നെ ഈ യുക്രൈൻ യുദ്ധത്തിലേക്ക് വന്നത് റഷ്യ ഒരിക്കലും അവിടെ ഒരു ഫുൾ സ്കെയിൽ ആഗ്രഹിച്ചിരുന്നില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള അവരുടെ ആവശ്യം, നാറ്റോയിൽ ചേരുന്നതെന്ന് ഉക്രൈനെ തടയുക. 2 റഷ്യൻ വംശജ ആളുകളുണ്ട്, അവർ ചില പ്രശ്നങ്ങൾ നേരിടും, അത് പരിഹരിക്കണം, അവർക്ക് ഓട്ടോണമി കൂടുതൽ നൽകണം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ റഷ്യയുടെ ഭാഗമാക്കി മാറ്റണം എന്ന രീതിയിലേക്കുള്ള ലിമിറ്റഡ് ഭാഗം അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ റഷ്യയുടെ ഇന്നിപ്പോ നമ്മൾ പറയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആംസ് ആൻഡ് അമ്യൂണിഷൻസ് അവരുടെ, അതങ്ങനെയൊന്നുമല്ല. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-1 ശേഷി ഉപയോഗിച്ചത് ഉക്രൈൻ ഫിനിഷ്ഡ് ആണ്. അത് നമ്മൾ ശ്രമിച്ചിട്ടില്ല. അടുത്തിടെ റഷ്യൻ ഗവൺമെന്റായിട്ട് വന്ന പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ രീതിയിൽ ഒരു വലിയ യുദ്ധം അവർക്ക് വേണ്ട, അവരെ സംബന്ധിച്ച് സമാധാനം തന്നെ ഇവിടെ വേണ്ടത്. പക്ഷെ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമാധാന ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റഷ്യ വാസ് ഓൾവേസ് വില്ലിംഗ് ടു ഡിസ്കസ്, പക്ഷെ അവര് തയ്യാറായിരുന്നില്ല. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ട്രംപ് അടുത്തിടെ പ്രസ്താവന നടത്തുന്നത്, ട്രംപ് അവിടെ വന്നു കഴിഞ്ഞാൽ റഷ്യക്ക് അനുകൂലമാവും എന്നുള്ള ഫീല് വരുന്നതോടുകൂടി സെലൻസ്കി നിലപാട് മാറ്റി. ഈ സന്ദർഭത്തിലാണ് റഷ്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത്. അപ്പം അവിടെ കൾച്ചറൽ അഫിനിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മൾ ഹഗ് ചെയ്തെന്നൊക്കെ പറയാമെങ്കിൽ, അത് വെസ്റ്റേൺ കൺട്രീസ് ഞാൻ മനസ്സിലായി വളരെ നെഗറ്റീവായ രീതിയിലാണ് അമേരിക്കയൊക്കെ എടുത്തിരുന്നത്. കാരണം നമ്മൾ അവരെ ഫ്രണ്ട് ആയിരിക്കുന്ന സമയത്ത് എനിക്കൊന്നൊരു മെസ്സേജും അവർ കൊടുത്തിരുന്നു, അതായത് എല്ലാവരുടെയും ഫ്രണ്ട്സായി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ നമുക്കതിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അവരെ തെറ്റിദ്ധരിച്ചാണ് നമ്മളിപ്പോഴത്തെ ഇദ്ദേഹത്തെ ഹഗ് ചെയ്യാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ തയ്യാറാണ്. ആ മെസ്സേജാണ് 2ാമത്തെ ഘട്ടത്തിൽ ശക്തമായി കൊടുത്തത്. അതോടുകൂടി അമേരിക്കക്കാർക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു അപ്രിഹെൻഷൻ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മൂവാണ്. ഈ മൂവിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാരണം വെച്ചാൽ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇപ്പൊ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. ഇന്റർനാഷണൽ വിഷയങ്ങൾ ആ രീതിയിൽ നമ്മൾ ആദ്യകാലം തൊട്ടേ ഇടപെട്ടിരുന്നു. അപ്പൊ മോഡിയുടെ അണ്ടറിൽ ഇന്ത്യനെ ഒരു ജഗദ്ഗുരു ആക്കി മാറ്റുക എന്നുള്ള RSSന്റെ അജണ്ട ഉണ്ട്. അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നുമുണ്ട്. മുമ്പ് ആരും ആ രീതിയിൽ പോയിരുന്നില്ല, നമ്മൾ ഫ്രണ്ടായി നിൽക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ, മറ്റു രാജ്യങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. അത് ആ രീതിയിൽ ആരും പുഷ് ചെയ്തിരുന്നില്ല. മോഡി ആ രീതിയിൽ അത് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു ഔട്ട്കം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു 2 വിസിറ്റും
അതിന്റെ ഇപ്പൊ സോഫാർ ഉണ്ടായിട്ടുള്ള വിജയവും ഞാൻ വിലയിരുത്തുന്നു.